സനീഷ് കുമാർ ജോസഫ് MLA കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സനീഷ് കുമാർ, സത്യഭാമയുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് MLA എന്നുള്ള നിലയിൽ എന്താണ് താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കുടിയുടെ ഒരു മഹാനായ കലാകാരനാണ് RLV രാമകൃഷ്ണൻ. അതോടൊപ്പം തന്നെ ചാലക്കുടിയുടെ അതുല്യ കലാകാരൻ കലാഭവൻ മണിയുടെ സഹോദരനാണ്. തീർച്ചയായിട്ടും ചാലക്കുടിയുടെ കലാപെരുമ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന കലാകാരന്മാരാണ് കലാഭവൻ മണിയും അതോടൊപ്പം തന്നെ RLV രാമകൃഷ്ണനും. RLV രാമകൃഷ്ണനെതിരെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് RLV രാമകൃഷ്ണനെ സത്യഭാമ ഇപ്പോൾ അപമാനിച്ചിരിക്കുന്നത്. തികച്ചും പ്രതിഷേധാർഹമാണ്. കലാമണ്ഡലത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ നിന്ന് PhD എടുത്ത് MPhil എടുത്ത് ഒക്കെ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന് കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹവുമായി നിരന്തരം ഇവിടുത്തെ കലാപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഒരു കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് RLV രാമകൃഷ്ണൻ. RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിക്കാൻ അതോടൊപ്പം തന്നെ ബോഡി ഷെയ്മിങ് നടത്തി ഒക്കെ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് അപമാനിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് നീതീകരിക്കാനാവുന്ന കാര്യമല്ല. അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചാലക്കുടിയിലെ എല്ലാ ജനങ്ങൾക്കും ഈ വിഷയത്തിൽ പ്രതിഷേധമുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഗവൺമെന്റ്, പോലീസ് ഇവർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, സനീഷ് കുമാർ MLA, നന്ദി. ശ്രീ സനീഷ് കുമാർ MLA ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.